മണിക്കുട്ടൻ ഭയങ്കരമായിട്ട് ജീവിതത്തെ ഒരു ലക്ഷ്യബോധത്തോടെ കണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? അതായത് എനിക്ക് ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഒരു നല്ലൊരു എയിമോട് കൂടി പോയ ഒരു വ്യക്തിയാണ്, ആണോ അല്ലയോ? അങ്ങനെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജനിച്ച മരണമാണ്. വേറെ അത് ഈ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്. കാരണം ഞാൻ വന്നതൊരു വലിയ സീറോയിൽ നിന്നാണ്. നമ്മൾ നേടുന്ന ഓരോ സ്റ്റെപ്പും നമ്മളെ സംബന്ധിച്ച് വിജയം തന്നെയാണ്. ഒന്നാ സ്റ്റെപ്പിന് താഴെ വീണാലും കുഴപ്പമില്ല, കാരണം നമ്മൾ പഠിച്ചതാ. അപ്പൊ ലക്ഷ്യബോധത്തെക്കാൾ ഉപരി എനിക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പോൾ കളിയാക്കിയേക്കാം, എതിർത്ത് പറഞ്ഞേക്കാം, പക്ഷെ എനിക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ ആസ്വദിക്കണം. മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന കേട്ട് ഞാൻ വിഷമിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതിന്റെ സന്തോഷം വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോ ഈ ഒരു ഇന്റർവ്യൂ, ഇന്നിപ്പോ നമ്മൾ എത്രയോ ആൾക്കാർ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നത്, ഞാനിന്ന് നിങ്ങളുടെ സമയം എനിക്ക് തന്നേക്കാണ്. ഇതും ഞാൻ എൻജോയ് ചെയ്യണം. അപ്പം ലക്ഷ്യത്തെക്കാൾ ഉപരി ആ ഒരു യാത്ര ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മേ ബി ലക്ഷ്യം ഈ ആൾക്കാർ സക്സസിന്റെ അളവ് പോലെ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവരളക്കുന്നത് നമ്മൾ അളക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ ലക്ഷ്യവും അല്ലെങ്കിൽ എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഓരോ സാഹചര്യം എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സിനിമകൾ കൂടുതൽ ചെയ്യുക, വെല്ലുവിളിയുള്ള കഥാപാത്രം ചെയ്യുക, അതാണ് എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു ആക്ടിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. നാളെ എനിക്ക് തന്നെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നീ ഒരു ആക്ടർ കൊള്ളായിട്ട് നന്നായിട്ട് അഭിനയിക്കുന്ന പറയുമ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ഇപ്പോഴും ഒരു ആക്ടിങ് സ്റ്റുഡന്റ് തന്നെയാണ്. കാരണം പലരും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അവരെടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ ഞങ്ങളൊരു ആക്ടർ എന്ന് പറയാൻ ഞാൻ വളർന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഒരു ആക്ടിങ് സ്റ്റുഡന്റ് എന്നൊരു ആക്ടറായി മാറുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ലക്ഷ്യം തന്നെ ആയിരിക്കാം. അതാണ് എന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും. അപ്പം അപ്കമിങ് പ്രോജക്റ്റുകൾ ഇപ്പം ഞാനിപ്പം ശ്രീ മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, അത് റിലീസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ കഥയെ ആസ്പദമാക്കി ചെയ്തൊരു സിനിമയാണ്. വലിയ സന്തോഷമുണ്ട്. കാരണം മുത്തപ്പനായിട്ട് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ സിനിമ ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷെ റിലീസായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വരുന്നത്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഒരു ആക്ടർ എന്ന പോലെ തന്നെ ഒരു ഈശ്വര വിശ്വാസം എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എടുക്കാൻ പറ്റുമോ അത് നോമ്പും മൃദുവൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആ ക്യാരക്ടറിനോട് സമീപിച്ചത്. അത്യാവശ്യം നന്നായി ആ സിനിമ പോകുന്നുണ്ട്. അടുത്ത റിലീസ് വരുന്ന സീക്രട്ട് ആണ്. എസ് എൻ സ്വാമി സാർ ഡയറക്ട് ചെയ്ത് ഫസ്റ്റ് ആദ്യം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൂ, ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം ഒരു വളരെ പ്രതീക്ഷയുള്ള കഥാപാത്രമാണ്. എല്ലാത്തിലുപരി ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാനാണ്. എമ്പുരാൻ ഇപ്പം രാജുവിനോട്, കാരണം ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ് ചെയ്തിരുന്നു. അപ്പൊ ആ ഡബ് ചെയ്ത സമയത്ത് രാജുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അത് ഞാനൊരു അനീഷ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് വേണ്ടിയാണ് ഡബ് ചെയ്തത്, ഒരു ട്രിവാൻഡ്രം സ്ലാങ്. അപ്പൊ രാജുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു അടുത്ത സിനിമയിൽ ഒരു ക്യാരക്ടർ തരാന്ന്. തീർച്ചയായിട്ടും എമ്പുരാൻ വന്ന സമയത്ത് ഓർത്തന്നെ വിളിച്ചു. അപ്പൊ എല്ലാ മലയാളി പ്രേക്ഷകരും ലോകമെമ്പാടുമുള്ള ലാലേട്ടൻ ഫാൻസിനെ പോലെ ഞാനും കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും നെഞ്ചിലേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പടങ്ങളും വിജയിക്കട്ടെ, എല്ലാ പടങ്ങളിലും മണിക്കുട്ടന്റെ പേര് മുഴങ്ങി കേൾക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം നമസ്കാരം. താങ്ക് യു.